നമസ്കാരം. പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹീതമാണ് മലനാട്. അതെ, നമ്മുടെ കൊച്ചു വയനാട്. വയനാടിന്റെ ചില നേർക്കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഓടി വളർന്ന് കാറിലൊരു അമ്മയും മോനോടാ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. സിസ്റ്റർ, എമർജൻസി പെട്ടത്. ഡോക്ടറെ, എന്റെ അമ്മ. എന്താ ഡോക്ടറെ എന്റെ അമ്മയ്ക്ക് പറ്റിയത്? എന്റെ കാല്. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ വന്ന് ആരെങ്കിലും ഒന്ന് ഡോക്ടറെ അടുത്തേക്ക്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കണം. ആംബുലൻസ് റെഡിയാണ്. എന്ത് പറയാനാ, പെരും മഴയും റോട്ടിലാണ് വണ്ടിയുടെ തല്ലും. ചെക്കന്മാർക്ക് പിന്നെ വണ്ടി കിട്ടിയാല് കൂടെയുള്ള തന്തയാണോ തള്ളയാണോന്നൊന്നൊരു നോട്ടം ഉണ്ടാവില്ല. വെച്ചങ്ങ് കീറിക്കോളും. കണ്ടില്ലേ, ആ ടിപ്പറിന് ഓരത്തേക്ക് ഇതെന്നാ പറയുന്നേട്ടെ. ഓണത്തിന് തുണി എടുക്കാൻ പോയത് അമ്മയും മോനും. കഷ്ടം എന്നല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ആ ചെക്കൻ ലൈസൻസ് ഉണ്ടോടി? ആവും. കർത്താവേ, ഇവിടുന്ന് എത്ര സ്പീഡ് പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? ചുരത്തിലാണെങ്കിൽ മണ്ണിടിഞ്ഞു എന്നാ കേൾക്കുന്നേ. മോളും മോനും ബൈക്കിലൊന്നുകൊണ്ട് ചുരം കയറി ഞെട്ടി. ആംബുലൻസൊക്കെ കടത്തിയിടുമെന്ന് ആർക്കറിയാം. ഹലോ, നിങ്ങൾ ഇവിടുത്തെ? ഞങ്ങളിവിടെ ചുരത്തിൽ ബ്ലോക്കിലാ. രണ്ടാമത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് അപ്പുറത്തെ വഴി കൊടുത്തിരിക്കുക. നീ ഫോൺ വെക്ക്. അയ്യോ എന്റെ അമ്മ. മോ വിഷമിക്കണം, നമുക്ക് അപ്പുറത്തെ ചുരത്തുകൂടെ പെട്ടെന്ന് പോവാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. ചുരത്തിലെ മണ്ണിടിച്ചിൽ മൂലം ഗതാഗത നിയന്ത്രണം. താഴേക്കുള്ള ഇരുചക്ര വാഹനങ്ങൾ പോലും കടത്തിവിടുന്നില്ല. ആംബുലൻസ് വരെ പാതി വഴിയിൽ വെച്ച് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 3 ദിവസത്തേക്ക് ഈ വഴിയിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പറയാ അച്ഛനെ പൊളിക്കും അമ്മേ, അച്ഛനെ പൊളിക്കും, അച്ഛനെ പൊളിക്കും. തുറക്കമ്മേ, എന്റെ ശ്രദ്ധക്കുറവുണ്ട് എല്ലാം മേഖല പറ്റി. എന്നോട് ക്ഷമിക്കമ്മേ. അമ്മേ, കണ്ണു തുറക്കമ്മേ. ഐശ്വര്യം നല്ലൊരു മാറുന്നേ. എവിടെ ചെന്നാൽ എന്ത് സംഭവിച്ചാലും കാക്കക്കൂടിലെ കല്ലിട്ട പോലെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിക്കോളും. ചാനലാരും മറ്റൊരു മറിച്ചതൊക്കെ. എന്താ ഇത്? ഡ്രൈവർ ഇവിടെ ഉണ്ട്, ബൈക്ക് അങ്ങോട്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ എന്താണ് ഇത്ര വൈകിയത്? ചുരത്തിലെ ഗതാഗത കുരുക്കാണോ അതോ മറ്റു സാഹചര്യങ്ങളാണോ? പറയൂ. സാറേ, ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി വേഗത്തിൽ ഇവിടം വരെ എത്തിച്ചു. ആ ചുരത്തിൽ മണ്ണിടിച്ചിൽ, ഈ ചുരത്തിൽ ബ്ലോക്കും. ഒരു രക്ഷയല്ലേ സാറെ താഴെ എത്തിക്കാൻ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതിനൊരു പരിഹാരല്ലേ? ഇതൊക്കെ എന്തിന്റെ ശാപ? വേണം വേണം വഴി വേണം, താഴേക്കെത്താൻ വഴി വേണം. തുരങ്കപാത ലക്ഷ്യം ഇതൊന്ന്, മലനാടിന്റെ ശബ്ദം ഇതൊന്ന്. പ്രിയ നാട്ടുകാരെ, പ്രദേശവാസികളെ, ഈ നാടിന്റെ ശാപത്തിന് ഒരു പരിഹാരമായി ഒരു ബദൽ യാത്രാ സംവിധാനം ഒരുക്കി തരാൻ തലപ്പത്തിരിക്കുന്ന നേതാക്കളോട് അപേക്ഷിക്കുന്നു. അത് എത്രയും വേഗം നടത്തി തന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തും. നമസ്കാരം. ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വീണ്ടും ലഹരിവേട്ട. സ്വർണ്ണവില 90 കടന്നു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിലായി അതിതീവ്ര മഴയ്ക്ക് സാധ്യത. തുരങ്കപാത സാക്ഷാത്കരിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നാളെയാണ്. കോഴിക്കോട് ആനക്കാമ്പയിൽ നിന്ന് തുടങ്ങുന്ന തുരങ്കപാത കള്ളാടി വഴി മേപ്പാടിൽ എത്തിച്ചേരും. 4 വർഷത്തിനുള്ളിൽ തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതെ, ഇതെന്തിന്റെ ശാപമാണ്? ഈ ചുരത്തിന്റെ ഗർഭരഹസ്യമായ ആ പാവം മനുഷ്യന് ബ്രിട്ടീഷുകാർ നിരബലി കൊടുത്ത ശാപമോ? ആകാശമാർഗമോ റെയിൽ മാർഗമോ എത്താൻ കഴിയാത്ത ഈ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും ജീവനും കയ്യിൽ പിടിച്ച് ആംബുലൻസിൽ അലമുറിയിട്ട് കയറുന്ന വാർത്തകളും നമുക്ക് പുത്തിരിയില്ല. ഇതിനൊരു പരിഹാര മാർഗമായി കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ തുരങ്കപാതയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് സാധ്യമാക്കി തരാൻ നമ്മുടെ സുമനസ്സുകൾക്ക് കഴിയട്ടെ എന്നും അതിനുള്ള ത്രാണിയും പ്രാപ്തിയും നൽകട്ടെ എന്നും സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് മലയോര മേഖലയിലെ ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ ഞാൻ നിർത്തുന്നു. നന്ദി.